സാറാ ചെറുക്കന്റെ എന്താ കാറ്റ് പോയിന്ന് തോന്നുന്നു. എങ്ങനെ ചത്തതായാലും പോലീസുകാർ തല്ലിക്കൊന്നതിന് നാട്ടുകാർ ധരിക്കും. ആ ശവം പുറത്തു കാണിക്കരുത്. സാർ, ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തു വന്നതിന് തെളിവുകളുണ്ട്. ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പോ അവന്റെ കൂടെ ഒരു കൂട്ടുകാരനും പെറ്റി കേസിൽ പ്രതിയായ മറ്റൊരു ക്രിമിനലും അകത്തുണ്ടായിരുന്നു. സോ വാട്ട്? നിങ്ങൾ ആ ചെറുക്കനെ തല്ലിക്കൊല്ലുന്നത് അവർ കണ്ടിട്ടുണ്ടോ? സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നോ ആർഗ്യുമെന്റ്സ്. ഞാൻ പറഞ്ഞവർ ചെയ്യും. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഡു ഇറ്റ്. ചുണയില്ലെങ്കിൽ ആ ശവം എന്റെ കണ്ടിരിക്കിട്ടേക്കൂ. ഹലോ, അവിടെ എന്താ കുഴപ്പം? ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല. നേരം വെളുക്കട്ടോ, വഴി ഉണ്ടാക്കാം. അലക്, എടാ അലക്. കൊലപാതകത്തിനും പ്രേതം പോലും പുറത്തു കാണിക്കാതെ തെളിവ് നശിപ്പിച്ചതിനും ഈ പ്രതിക്കൂട്ട് നിൽക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിച്ചുകൊള്ളുന്നു. കേസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ഉടനെ ജാമ്യത്തിൽ നിൽക്കും. ഓക്കെ? നമ്മുടെ ഉണ്ണിയെ കൊന്നു ഇവനാ. ബാലു, ഈ സിറ്റിയിൽ വെച്ച് പട്ടിയെപ്പോലെ നിന്നെ തല്ലിക്കൊല്ലുന്ന ആളാ ഞങ്ങൾക്ക് വയ്യ. ഒരിക്കൽ നീ ഈ കാക്കി ഉടുപ്പിട്ട് നടന്നവനല്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങളെ നാണക്കെടുത്ത് അർപ്പിക്കൂ. എവിടേക്കെങ്കിലും വയ്ക്കോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഉഷയെ ഒന്ന് കാണണം. വേണ്ട, മുംബൈ പോലീസുകാരെ എനിക്കിഷ്ടമല്ല. എന്റെ മകളുടെ സാക്ഷ്യത്തിന് വഴങ്ങി ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇനി അത് പറ്റില്ല. എനിക്ക് ചിലത് പറയാനുണ്ട്. കേൾക്കണ്ട. മേലാൽ അവളെ അന്വേഷിച്ച് നിങ്ങൾ ഈ വീട്ടിൽ വന്നു പോരും. ആ ബന്ധം നടക്കില്ല. നടക്കും സാർ. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഇല്ല, അവളുടെ അച്ഛൻ ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല. താൻ എന്തിനാ ഭാവം? എനിക്ക് ഉഷയോട് സംസാരിക്കണം. അവളെ കണ്ടിട്ടേ ഞാൻ പോകൂ. അവളുടെ അച്ഛനെ ധിക്കരിച്ച് തന്നെ സ്വീകരിക്കുന്നു കരുതണ്ട. അങ്ങനെ ഒരു മകൾ എനിക്കില്ല. ഉഷ ഇത് കേട്ടില്ലേ? ഇനി എന്ത് കേൾക്കാൻ?
ജാമ്യത്തിനല്ലേ ഇയാൾ ഇറങ്ങി വന്നത്? കേസ് കിടപ്പല്ലേ? അങ്ങനെ ഒരു കൊലയാളിക്ക് എന്റെ മകളെ ഞാൻ കൊടുക്കില്ല. പക്ഷേ ഇറങ്ങി പോണം മിസ്റ്റർ. എടാ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇല്ല. ഒരു പട്ടിയും കൊന്നിട്ടില്ല. ഇല്ല. പിന്നെ ആരെ പേടിച്ച് ഞാൻ താമസം മാറ്റണം? ഞാൻ വീട് മാറില്ല. മാറണ്ട. ഇവിടെ തന്നെ താമസിക്കും. താമസിക്ക്. ഞാൻ പറയുന്നു തന്നെ തിരിച്ചു പറയുന്നു. കള റാസ്കൽ, നിനക്ക് വട്ടാണതാ. ആ കൊള്ളാം. അങ്ങനെ വല്ലതും പറ. നീ വെക്കുന്നുണ്ടോ പാതിരിക്ക് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാതെ? ഓ സോറി, നിനക്ക് ഉറങ്ങണമല്ലേ? ഞാനത് മറന്നു. അല്ലെങ്കിൽ നിന്റെ കെട്ടിയോട് നിന്നെ വഴക്ക് പറയല്ലേ? എന്നെ ആരും പറയില്ല. ആരും. ഹലോ, യെസ്, ആരാ? നിന്റെ തണ്ട. എന്തായി പറയുന്നത്? ഇപ്പോഴോ? ആരാ ചേച്ചി? അത് ജ്യോതി പോയി കിടന്നോളൂ. ഇവിടെ എന്താ കുഴപ്പം? എനിക്കറിയാം, ആ ഇല്ലത്തിന്റെ അടുത്തുള്ള വീടല്ലേ. ഞാൻ വരില്ല. ഇതിനേക്കാൾ നാടിയ തേർഡ് റേറ്റ് ലോഡ്ജ് മുറി നിന്നെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളോടി. വേണ്ട, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. എടി, എനിക്ക് കേൾക്കണ്ടാന്ന്. മാറി. I'm sorry. വണ്ടി വിടൂ. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഇതാണോ എന്നെ കാണാമെന്ന സ്ത്രീ? എങ്കിൽ ഇത് വെറും സ്ത്രീയല്ല. കോൺട്രാക്ടർ വിശ്വനാഥൻ മലയാളിയുടെ വേഗ മകൾ ഉഷ MA. ഇനി ഇവിടെ പരിചയപ്പെടുത്താം. സീത. നാട്ടുകാരും വീട്ടുകാരും വെറുത്ത, സ്നേഹിച്ച പെണ്ണുപോലും ഉപേക്ഷിച്ച ഈ കൊലയാളിയെ ഇവൾ സ്വീകരിച്ചു. കിടക്കാൻ ഒരു ഇടം തന്നു. പിന്നെ പിന്നെ എല്ലാം തന്നു. എന്തായി കാണിക്കുന്നത്? രാത്രി മുഴുവൻ കുടിച്ചില്ലേ? ഉറങ്ങാതെ. ഉറങ്ങാനാടി നിന്നെ വിളിച്ചത്? എന്നെ ഉറക്കാൻ. വാ. വാതിലടിക്കണ്ടേ? വേണ്ട. പുറത്തൊരാളിരിക്കുന്നു. ആദ്യം നീന്താടി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്? അതെ, ആ ഇല്ലം അവിടെയുള്ളവരെല്ലാം എനിക്കറിയാം. അവര് കാണ്ടാച്ചിട്ടാ. ഓ, എന്താടി കണ്ടാല്? നാണവും മാനവും കണ്ട നിനക്ക് പേടിയോ? സാറിന് മനസ്സിലാവില്ല. ജാതിയിൽ താഴെയാണെങ്കിലും മുമ്പാ ഇല്ലത്തെ ഒരംഗം പോലെ കഴിഞ്ഞവളാ ഞാൻ. പാട്ടും കളിയും സ്ലോഗൻ ചൊല്ലലും
എന്തൊരു സന്തോഷായിരുന്നു അന്നവിടെ. എല്ലാം പോയി. പ്രാന്തളകിയ അന്തർജനം, വയ്യാണ്ടായ തിരുമേനി, രാവും പകലും അവരെ നോക്കി ദിവസം എണ്ണിക്കഴിയുന്ന മകൾ. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് സാറിനറിയാലോ. എന്തോന്ന് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു, അവൻ എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇറങ്ങിപ്പോ. സാർ, ഈ പാതിരയ്ക്ക് ഞാൻ നേരം വെളുത്തിട്ട് പൊയ്ക്കൊള്ളാം. അതുവരെ ഇവിടെ പുറത്തെവിടെയെങ്കിലും പോയി കിടക്കടി. അവള് പോയി. ഇവിടെ നിന്നാ കുളിച്ചു മാറിയത്. ആളുകൾ പറയണത് വെറുതെ അല്ല കേട്ടോ. അവള് പിഴയാ, പോലീസേവക്കാരിയാ. പാട്ടി. ഒരപേക്ഷയുണ്ട്. തനിച്ചാവുമ്പോ എന്താ അച്ഛാ വിളിച്ചോളൂ, പട്ടീന്നോ പൂച്ചയെന്നോ. പക്ഷേ ആളുകളുടെ മുമ്പിന്ന് തിരുമേനിന്ന് എന്നെ വിളിക്കണം കേട്ടോ. തന്റെ മേനി കണ്ട അങ്ങനെ തോന്നണ്ടേ? കഷ്ടാണേ. എപ്പോഴാ അവള് പോയത്? ഇപ്പോ ഇല്ലത്തേക്കാ. രാധയുടെ പഴയ കൂട്ടുകാരിയല്ലേ. അവിടെ നിന്ന് ഡാൻസ് പഠിച്ചിരുന്നു മുമ്പ്. രാധ. അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എന്താ ചെയ്യാ? ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല. അവർ തച്ചു കൊല്ലേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് അഴിച്ചുവിട്ടാൽ വെട്ടുകത്തി എടുത്ത് പുറത്തേക്ക് വിടും. കൊല്ലും എന്ന് പറഞ്ഞു. അച്ഛൻ തിരുമേനി എവിടെ? വക്കീലിനെ കാണാൻ പോയി. കഴിഞ്ഞില്ലേ കേസ്? ഇല്ല, ഇനിയും കോടതി ഉണ്ടല്ലോ. എന്റെ അനിയനെ കൊന്നവരെ അങ്ങനെ വിടില്ല. എല്ലാം വിറ്റ് നശിച്ചാലും. ആ, അതിരിക്കട്ടെ. സീത ഉടനെ ഇത്ര കാലത്തെ? ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇരിക്കെ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. എത്ര കാലമായിട്ട് കണ്ടിട്ട്? ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ വന്ന കാരണം പഠിപ്പ് മുടങ്ങിയ കുട്ടികളെ കളിച്ചോളൂ, ഞാൻ ചൊല്ലിത്തരാം. Kutakadi, kutakatadi, kina tom, takatari, tatana, tatana.
തജ്ജൊണ്ണു തജ്ജൊണ്ണു തദ്ദി തദ്ധിമി തക്കിട തരി തധന ധന തജ്ജൊണ്ണു ജൊണ്ണു തദ്ദി ധിമി തക്കിട തരി തധന തക്ക തജ്ജൊണ്ണു തക്ക തദ്ധിമി തരി കിട്ട തരി തെറ്റിച്ചു കഴുത വായിക്ക്. ഇനി ഇവൻ കൊട്ടിയാൽ ശരിയാവില്ല. വന്നിരിക്കുന്ന കൂട്ടുകാരൻ ചെല്ല്. വാ. ഇവരുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. കുട്ടികളാവുമ്പോ ഇത്തിരി കുസൃതിയൊക്കെ വേണ്ടേ? ഇത് കുസൃതിയല്ല. നീ കരയാണോ? വെറുതെ ഓരോന്ന് ഓർത്തിട്ടാ. അങ്ങനെ മറക്കാൻ പറ്റുമോ സേറ്റ്? എനിക്ക് എന്റെ ഉണ്ണിയെ, എന്റെ അനിയനെ